ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോമ്പുതുറ വിശേഷമായിട്ടാണ് കേട്ടോ. ഞങ്ങളുടെ കുറേ കാലത്തെ ആഗ്രഹമാണ് വീട്ടിലൊരു നോമ്പുതുറ വെക്കണം എന്നുള്ളത്. അപ്പോൾ വീട്ടിലും പള്ളിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ നോമ്പുതുറ. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഇവിടെ വേകാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, മസാലയൊക്കെ ഇട്ടിട്ട്. പിന്നെ അതുപോലെ അരയ്ക്കാൻ തൊലിക്കാനൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പണികളും വീഡിയോ എടുക്കലും കൂടെ ഇങ്ങനെ, ഞാൻ മാത്രമല്ല ക്യാമറാമാനായിട്ട് അവരെല്ലാവരും പണി തിരക്കാണ്. അപ്പോൾ ഞാനും ഈ പണികളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് തരിക്കഞ്ഞിയാണ് കേട്ടോ. ബാക്കിയുള്ള അല്ലറ ചില്ലറ അവരെ ഹെൽപ്പ് ചെയ്യലും തരിക്കഞ്ഞിയാണ് ഞാൻ ചെയ്യുന്നത്. ഓരോരുത്തർ ഓരോന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാണെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോൾ കുടിച്ചാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് പോലും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞാൻ കുടിച്ചിട്ടില്ല. മിൻഹ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗായ്സ്. വിളമ്പിയാലോ? ദമ്മിട്ട് വെച്ചിരിക്കുകയാണ്. മിൻഹ ബിരിയാണി റെഡി. ഇങ്ങനെ പണികളുടെ ഇടയിൽ കുട്ടികളുടെ ഓരോ തമാശകളൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ പാല് തിളയ്ക്കുന്ന സമയത്ത് ഞാൻ ഏലക്ക ഇട്ടിട്ടുണ്ട് അതിലേക്ക്. പിന്നെ കുറച്ച് മധുരവും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയിട്ട് ഇടാന്നുള്ളതിൽ അങ്ങനെ തിളക്കിയിട്ടേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. ബീഫും അതുപോലെ തന്നെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഈ പാല് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ചെറിയുള്ളിയും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വെച്ചാൽ അതിനായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് സ്റ്റോക്ക് തീർന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്, അതുകൊണ്ട് അണ്ടിപ്പരിപ്പ് ഇടുന്നില്ല. നിങ്ങൾക്ക് അതും കൂടി ഇടാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാനിതാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് പോലും ഓർമ്മയില്ല കേട്ടോ. തരിക്കഞ്ഞി എങ്ങനെയാണെന്നുള്ള മധുരം ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് തിളച്ചതിന് ശേഷം. ഞാനിങ്ങനെ ഓരോ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നോക്കിയിട്ട് എനിക്ക് ആ ടേസ്റ്റ് തന്നെ ശരിക്കും ഓർമ്മയില്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഇങ്ങനെ അടുപ്പിലായി വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ മുന്തിരി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഉണക്കമുന്തിരി ഉമ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഈ ഒരു അളവാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ദെൻ അതിലേക്ക് പാല് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഒരുപാട് റവ ഇടണ്ട കേട്ടോ, കുറച്ചിട്ടാൽ ഞാൻ ഇത്രയും ഇത് പാല് മാത്രമല്ല വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് റവയാണ് ഇട്ടിട്ടുള്ളത്. 1.5 ഗ്ലാസ് റവയാണ് ഇട്ടിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ ഇടുമ്പോൾ വെള്ളം മാത്രമേ ഈ റവ ഇങ്ങനെ കുറുകി വരണം. ഇങ്ങനെ ഏകദേശം ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ ഇതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. വീണ്ടും നമ്മളൊരു ബിരിയാണി, മിൻഹ ബിരിയാണി. മാറിക്കോ, തീ കൊണ്ടുവന്നിടാൻ പോവാണ്, മാറിക്കോ. എന്താണെന്ന് വെച്ചാൽ അത് ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടെ കട്ടിയായി വരും കേട്ടോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുക എന്നുള്ളതിൽ മാമാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബിരിയാണിക്കുള്ളതും ചിക്കൻ കുറുമയ്ക്കുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ബീഫ് ബിരിയാണിയും പത്തിരിയും ചിക്കൻ കുറുമയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് അടുപ്പ് കൂട്ടി ചട്ടി വെച്ചതിന് ശേഷമാണ് അടുപ്പ് കുറച്ച് ഹൈറ്റ് പോരാന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ ഹൈറ്റ് ആക്കിയതിന് ശേഷം വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണീൻ്റെ ഫുള്ള് നോക്കുന്നത് മാമ തന്നെയാണ്. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വല്ലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. മാമ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. എല്ലാം ബിരിയാണി മാത്രമല്ല എല്ലാം മാമ ഉണ്ടാക്കിയ എല്ലാം നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞങ്ങൾ ധൈര്യത്തോടെ മാമാനാണ് എല്ലാം ഏൽപ്പിച്ചത്. എല്ലാം നല്ല രസമായി വരും എന്നുള്ളത്. അങ്ങനെ ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ടു. അതിലേക്ക് നമ്മൾ ഈ സ്പൈസസ് തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറേ സംഭവങ്ങൾ എന്തൊക്കെയോ മാമാൻ്റെ ഒരു സ്പെഷ്യൽ പൊടിയാണ് ഇട്ടത്. അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അത് ബിരിയാണിക്ക് നല്ല ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ നല്ല കളറ് വരാനും നല്ല ടേസ്റ്റ് വരാനാണെന്നാണ് പറഞ്ഞത്. ഈ ഹോൾ സ്പൈസസ് ഇട്ടതിൻ്റെ ബാക്കിൽ തന്നെ ആ പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചെറിയുള്ളി മുറിക്കാതെ മുഴുവനായിട്ടാണ് കേട്ടോ മാമ ഇട്ട് കൊടുത്തത്. അതിങ്ങനെ എണ്ണയിൽ കിടന്നിങ്ങനെ ഓരോ ലെയേഴ്സായി ഇങ്ങനെ വന്ന് ഇങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതൊക്കെ ആയിരിക്കാം മേ ബി അതിൻ്റെ ഓരോ രഹസ്യങ്ങൾ. അതിനുശേഷം സവാള ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്നായി കഴിയുമ്പോൾ പുതിനയും മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നന്നായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് ആവശ്യത്തിന് തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അധികം ഇടുന്നില്ല, കുറച്ച്, ഇതൊന്ന് ആയി വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിനുശേഷം കുറച്ച് ആവശ്യത്തിന് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ട് ബിരിയാണി ഇങ്ങനെയല്ല കേട്ടോ, എൻ്റയർലി ഡിഫറെൻ്റാണ്. ടേസ്റ്റ് അതുപോലെ ഇത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ബീഫൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം കൂടെ നമുക്ക് മാറ്റിയെടുക്കണം. എന്താണെന്ന് വെച്ചാൽ ബിരിയാണിയിൽ നമ്മൾ ഈ വെള്ളം തന്നെയാണ് ആഡ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി അതും കൂടെ ഒന്ന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ മാമ വേറെ പണികൾക്ക് പോകുമ്പോൾ ഞാനും കൂടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതത്ര സിമ്പിൾ പരിപാടിയല്ല ഇത് ഇളക്കൽ. ഇതിൻ്റെ ഈ കയ്യിൽ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ സാധനം ഇളക്കാൻ ഒരു കൈ കൊണ്ടൊന്നും ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പം ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ ആ ഒരു പൊടിച്ച് വെച്ചിട്ടുള്ള മസാലേൻ്റെ പൊടിയില്ലേ അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ അല്ലേ നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പച്ചമുളക് ഇട്ടിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. പച്ചമുളക് ഇട്ട ഉടനെ വെള്ളം ഒഴിക്കണം. ബീഫിൽ നിന്ന് എടുത്ത വെള്ളവും വേറെ വെള്ളവും കൂടെ, അങ്ങനെ അരി എത്രയാണോ അളവെടുക്കുന്നത്, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ളൊരു അളവിനാണ് കേട്ടോ അപ്പോൾ മാമ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പക്കോടയ്ക്കുള്ള മിക്സ് അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ല, തരിക്കഞ്ഞി ഇങ്ങനെ ആറി കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്താലാണ് ഇങ്ങനെ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഒരുപാട് തിക്കായി പോവും. അപ്പോഴേക്കും വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബീഫും കൂടെ ഇപ്പോൾ ഇടേണ്ടതാണ്, പക്ഷേ ബീഫ് നല്ലോണം വെന്ത് പോയി. അപ്പോൾ ഈ ഒരു സമയത്ത് ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വെന്ത് ഫുൾ ഒടിഞ്ഞു പോവും. ഇളം ബീഫായിരുന്നു, അതുകൊണ്ട് കുറച്ച് വെള്ളം വറ്റിയതിന് ശേഷമാണ് കേട്ടോ ബീഫ് ഇട്ടത്. അങ്ങനെ ബീഫും കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് ആ വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ ബീഫ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പക്ഷെ ബീഫ് കുറച്ച് ഒരു വേവുന്നതിന് മുന്നേ എടുക്കണമായിരുന്നു. ഇത് കറക്റ്റ് വെന്തായി കഴിഞ്ഞു, അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഇട്ടത്. അതിനുശേഷം ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പൊക്കോടയ്ക്കുള്ള കാര്യങ്ങൾ നോക്കാൻ കേട്ടോ. അത് മാമ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. കടലമാവ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മൈദയും അരിപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇടുന്നില്ല കേട്ടോ, അതിന് വരെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും പിന്നെ സോഡാപ്പൊടി, വെള്ളം, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു സമയത്ത് ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത ദിവസമായിരുന്നു എനിക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് റിസൾട്ട് എന്തായിരുന്നു ചോദിക്കേണ്ട, ടെസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്യാപ്പിന് പോയിട്ടുണ്ടായിരുന്നു. പോയി വരുമ്പോഴേക്കും ഇങ്ങനെ പൊക്കോട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള വീഡിയോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ആരും എടുത്തിട്ടില്ല, തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട്. വൈകുന്നേരമായിരുന്നു, ഒരു 4:30 ആകുമ്പോഴാണ് ഞാൻ പോയത്. അപ്പോഴേക്കും തിരക്കായല്ലോ. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചത് കേട്ടോ. അതുപോലെ വെള്ളം, സർബത്ത് ഉണ്ടാക്കണം, അങ്ങനത്തെ പണികളൊക്കെ ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ പോയ സമയത്താണ് ഇതുണ്ടാക്കിയത് കേട്ടോ. ഇത് പത്തിരിക്കുള്ള ചിക്കൻ കുറുമയാണ്. ചിക്കനും കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ടുള്ള കുറുമയാണ് കേട്ടോ. അതുപോലെ കസ്കസൊക്കെ ഇട്ട് സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ഇത് കുറുമന്നാണ് കേട്ടോ. കുറുമന്നെ വീണ്ടും ഞാൻ എന്തൊക്കെ എടുത്തു എന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തില്ല, വീണ്ടും എടുത്തതിന് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ കൊയ്യാക്ക ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, തോന്നിട്ട് ഫസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പൊക്കോട ഉണ്ടായിരുന്നു, പിന്നെ തരിക്കഞ്ഞി, പിന്നെ ജീരകക്കഞ്ഞി, പിന്നെ വാട്ടർമെലൺ, അങ്ങനെ പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. കുറച്ചൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എന്തൊക്കെയോ മിസ്സായി പോയിട്ടുണ്ട്. ഇത് ബിരിയാണി കേട്ടോ. കുറച്ച് ബിരിയാണി തിന്ന് പള്ളിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആണുങ്ങളൊക്കെ പള്ളിയിൽ നിന്ന് നോമ്പ് തുറക്കും, പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ, അങ്ങനെ കേട്ടോ ഇവിടെ. അപ്പം പിന്നെ ആ ഒരു സമയം ആവാനായപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെക്കാമെന്നുള്ളതിൽ ഇതാ വെള്ളം എടുക്കുന്നുണ്ട്. അതുപോലെ തരിക്കഞ്ഞി, പിന്നെ ഫ്രൂട്ട്സും സംഭവങ്ങളെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം ടേബിളിൽ അവരവർക്കുള്ളത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു ഹർബറി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എല്ലാം ടൈം ആവാനായപ്പോൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് ഫുള്ള് തിരക്കായിരുന്നു ഗൈസ്. പിന്നെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കലും അത് കഴിഞ്ഞ് ആളുകൾ വന്നപ്പോൾ നോമ്പ് തുറന്നതും പിന്നെ ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുള്ള് ഇതിന് ശേഷമുള്ളത് ഫുള്ള് തിരക്കായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇതാകുമ്പോഴത്തേനും തന്നെ സമയമായി.
പിന്നെ അപ്പോഴേക്കും ആളുകൾ വന്നു. പിന്നെ അവരെ നോക്കണമല്ലോ, പിന്നെ നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ മാത്രമല്ല വീഡിയോ എടുക്കാനും പണി എല്ലാം കൂടി ഞാനും വിട്ടുപോയി. ബാക്കി എല്ലാവരും അങ്ങനെ ആരും വീഡിയോ എടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ വന്നില്ല. പിന്നെയാണ് എല്ലാവരും ചോദിച്ചത് നീയല്ലേ വീഡിയോ എടുക്കുന്ന ആൾ, എന്തുകൊണ്ട് എടുത്തില്ല എന്ന് എന്നെയായി പറയൽ. അങ്ങനെ വിട്ടുപോയതാണ്. അതിൻ്റെ ഇടയ്ക്ക് നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പ് തുറപ്പിക്കൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ വെക്കാമെന്നുള്ളതിലാണ് ഈ ഒരു ദിവസം സെലക്ട് ചെയ്തത്. അങ്ങനെ മാമ പോയിട്ട് കേക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സർപ്രൈസായിട്ട് അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത്. അപ്പോൾ 1-2 ഫോട്ടോസ് മാത്രമാണ് കേട്ടോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.